ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ ക്ലാസ് ആരംഭിക്കാം. 2023 മികച്ച ഇന്ത്യൻ താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഹാർദിക് സിംഗ്. 2023 മികച്ച ഇന്ത്യൻ താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയത് ഹാർദിക് സിംഗ് ആണ്. ഫോബ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ്? MA യൂസഫ് അലി. ഫോബ്സ് മാഗസിൻ്റെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളി സമ്പന്നരിൽ ഒന്നാം സ്ഥാനം നേടിയത് MA യൂസഫ് അലിയാണ്. ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഒന്നാമൻ ആരാണ്? മുകേഷ് അംബാനി. ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഒന്നാമൻ മുകേഷ് അംബാനിയാണ്. ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമൻ ആരാണ്? ബെർണാഡ് അർണോൾഡ്. ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമൻ ബെർണാഡ് അർണോൾട്ട് ആണ്. ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട UN സംഘടന ഏതാണ്? UNHRC. ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട UN സംഘടന UNHRC ആണ്. 2024 ലോക ആരോഗ്യദിന പ്രമേയം എന്തായിരുന്നു? മൈ ഹെൽത്ത് മൈ റൈറ്റ്. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7 2024 ലോകാരോഗ്യ ദിന പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇൻ്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് 3ാം തവണയും ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജഗ്ജിത്ത് പാവ്ദിയ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇൻ്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് 3ാം തവണയും ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജഗ്ജിത്ത് പാവ്ദിയയാണ്. സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? സൈമൺ ഹാരിസ്. അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ്. 2022 പശ്ചിമ ബംഗാൾ ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? CV ആനന്ദ ബോസ്. 2022 പശ്ചിമ ബംഗാൾ ഗവർണറായി ചുമതലയേറ്റത് CV ആനന്ദ ബോസ് ആണ്. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ PN ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ്. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ്. ഇന്ത്യയുടെ 3ാം ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ദിവസം ഏതാണ്? 2023 ഓഗസ്റ്റ് 23. ഇന്ത്യയുടെ 3ാം ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23 ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ഇന്ത്യയാണ്. ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ഇന്ത്യയാണ്. കേരള ലോട്ടറിയുടെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? പുൽച്ചാടി. കേരള ലോട്ടറിയുടെ പുതിയ ഔദ്യോഗിക ചിഹ്നം പുൽച്ചാടിയാണ്. 2023 ജൂലൈ 6 അന്തരിച്ച KM വാസുദേവൻ നമ്പൂതിരി ഏതു മേഖലയിലാണ് പ്രസിദ്ധനായത്? ചിത്രകല. 2023 ജൂലൈ 6 അന്തരിച്ച KM വാസുദേവൻ നമ്പൂതിരി പ്രശസ്തനായ മേഖല ചിത്രകലയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച കന്യാകുമാരിയിൽ നിന്നുള്ള വാഴപ്പഴം ഏതാണ്? മട്ടി. 2023 ഭൗമസൂചിക പദവി ലഭിച്ച കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ള വാഴപ്പഴം മട്ടിയാണ്. 2023 ഏപ്രിലിൽ രാജാ രവിവർമ്മയുടെ 175ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച്
അനാവരണം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ അപ്രകാശിത രചന ഏതാണ്? പാർസി ലേഡി. 2023 ഏപ്രിലിൽ രാജാ രവിവർമ്മയുടെ 175ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് അനാവരണം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ അപ്രകാശിത രചനയാണ് പാർസി ലേഡി. രാഷ്ട്രപതി ഭവനിലെ പ്രസിദ്ധമായ മുഗൾ ഗാർഡൻ്റെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ പ്രസിദ്ധമായ മുഗൾ ഗാർഡൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. ഇന്ത്യൻ വംശജനായ നീൽ മോഹൻ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്? യൂട്യൂബിൻ്റെ. ഇന്ത്യൻ വംശജനായ നീൽ മോഹൻ യൂട്യൂബിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. 2023 മെയ് മാസത്തിൽ സമുദ്രശക്തി 23 എന്ന പേരിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് പങ്കാളിയായത്? ഇന്തോനേഷ്യ. 2023 മെയ് മാസത്തിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസത്തിൻ്റെ പേര് സമുദ്രശക്തി 23 എന്നാണ്. 2024 സത്യനാരായണ ബെളേരിക്ക് ഏത് മേഖലയിലെ മികവിനാണ് പത്മശ്രീ നൽകി ആദരിച്ചത്? കൃഷി. 2024 സത്യനാരായണ ബെളേരിക്ക് കൃഷി മേഖലയിലെ മികവിനാണ് പത്മശ്രീ നൽകി ആദരിച്ചത്. കേരള നിയമസഭയുടെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭന്. കേരള നിയമസഭയുടെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. 2023 കേരള നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MD വാസുദേവൻ നായർക്ക്. 2023 കേരള നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്. ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 കൈരളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സലീം യൂസഫിന്. ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 കൈരളി പുരസ്കാരം ലഭിച്ചത് സലീം യൂസഫിനാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 കൈരളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ M ലീലാവതി. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 കൈരളി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ M ലീലാവതിക്കാണ്. 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? ടി പത്മനാഭൻ. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. 2023 കേരള പ്രഭ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? ജസ്റ്റിസ് M ഫാത്തിമ ബീവിയും സൂര്യ കൃഷ്ണമൂർത്തിയും. 2023 കേരള പ്രഭ പുരസ്കാരം നേടിയവർ ജസ്റ്റിസ് M ഫാത്തിമ ബീവിയും സൂര്യ കൃഷ്ണമൂർത്തിയുമാണ്. 2023 കേരളശ്രീ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? പുനലൂർ രാജൻ, VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ. 2023 കേരളശ്രീ പുരസ്കാരം നേടിയവർ പുനലൂർ രാജൻ, VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവരാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പയ്യന്നൂർ കുഞ്ഞിരാമൻ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് പയ്യന്നൂർ കുഞ്ഞിരാമനാണ്. 2023 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? പോൾ ലിഞ്ച്. 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ചാണ്. 2023 13ാമത് ICC പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായ രാജ്യം ഇന്ത്യയാണ്. 2023 13ാമത് ICC പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായ രാജ്യം ഇന്ത്യയാണ്. 2023 ICC പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ്. 2023 ICC പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ്. 2023 ദ്രോണാചാര്യ ആജീവാനന്ദ പുരസ്കാരം നേടിയ മലയാളി E ഭാസ്കരനാണ്. അദ്ദേഹം കബഡി കോച്ചാണ്. 2023 ദ്രോണാചാര്യ ആജീവാനന്ദ പുരസ്കാരം നേടിയ മലയാളി കബഡി കോച്ചായ E ഭാസ്കരനാണ്. സൂര്യഗ്രാമം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഏതാണ്? ഗുജറാത്തിലെ മൊതേര ഗ്രാമം. സൂര്യഗ്രാമം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഗുജറാത്തിലെ മൊതേര ഗ്രാമമാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് നഗരമാണ്? മധ്യപ്രദേശിലെ സാഞ്ചി. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം മധ്യപ്രദേശിലെ സാഞ്ചിയാണ്. 2023 ഷെങ്കൺ സോണിൻ്റെ ഭാഗമാക്കിയ രാജ്യം ഏതാണ്? ക്രൊയേഷ്യ.
2023 ഷെങ്കൺ സോണിൻ്റെ ഭാഗമാക്കിയ രാജ്യം ക്രൊയേഷ്യയാണ്. വിദൂരവും ദുർഘടവുമായ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ്? വിദ്യാവാഹിനി. വിദൂരവും ദുർഘടവുമായ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് വിദ്യാവാഹിനി. പട്ടികവർഗക്കാരിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഹരിതരശ്മി. പട്ടികവർഗക്കാരിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹരിതരശ്മി. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ആരാണ്? ശിവ ചൗഹാൻ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആർമി വനിതാ ഓഫീസർ ശിവ ചൗഹാനാണ്. 2023 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം ശ്രീശങ്കർ. 2023 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കറിനാണ്. 2024 തിരുവനന്തപുരത്ത് നടന്ന കേരള രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ പ്രമേയം എന്തായിരുന്നു? സ്പോർട്സ് ഫോർ ഓൾ. 2024 തിരുവനന്തപുരത്ത് നടന്ന കേരള രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ പ്രമേയം സ്പോർട്സ് ഫോർ ഓൾ എന്നായിരുന്നു. കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ. കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ്. മലയാളി ലോങ് ജംപ് താരം ശ്രീശങ്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? 2023. മലയാളി ലോങ് ജംപ് താരം ശ്രീശങ്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 2023 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ ട്രാക്ക് ഫീൽഡ് അത്ലറ്റ് ആരാണ്? മലയാളി ലോങ് ജംപ് താരമായ എം ശ്രീശങ്കർ. 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ ട്രാക്ക് ഫീൽഡ് അത്ലറ്റ് മലയാളി ലോങ് ജംപ് താരമായ എം ശ്രീശങ്കറാണ്. 2024 സംഗീത കലാനിധി പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ ആരാണ്? ടി എം കൃഷ്ണ. 2024 സംഗീത കലാനിധി പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ ടി എം കൃഷ്ണയാണ്. പാമ്പ് കടിയേറ്റ വ്യക്തികൾക്ക് സഹായവും പൊതുസമൂഹത്തിന് മാർഗനിർദ്ദേശങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 15400. പാമ്പ് കടിയേറ്റ വ്യക്തികൾക്ക് സഹായവും പൊതുസമൂഹത്തിന് മാർഗനിർദ്ദേശങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പറാണ് 15400. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റി വ്യക്തമായ ധാരണ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് നോ യുവർ കാൻഡിഡേറ്റ്. തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റി വ്യക്തമായ ധാരണ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? നോ യുവർ കാൻഡിഡേറ്റ്. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ജലം സമാധാനത്തിന്, അഥവാ വാട്ടർ ഫോർ പീസ്. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ജലം സമാധാനത്തിന് എന്നതായിരുന്നു. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ലേ, ലഡാക്ക്, ഗുൽമാർഗ് എന്നിവിടങ്ങളിലായിട്ടാണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ലേ, ലഡാക്ക്, ഗുൽമാർഗ് എന്നിവിടങ്ങളിലായിട്ടാണ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ഏതാണ്? തേജസ് മാർക്ക് 1A. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A ആണ്. ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട യാത്രികരെ പിന്തുണയ്ക്കുന്നതിനും വിവിധ ജോലികൾ ചെയ്യാൻ അവരെ സഹായിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? സഖി. ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട യാത്രികരെ പിന്തുണയ്ക്കുന്നതിനും വിവിധ ജോലികൾ ചെയ്യാൻ അവരെ സഹായിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സഖി. 2024 ഏപ്രിൽ 1-2 തീയതികളിലായി ഇന്ത്യയിലെ തീരസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച അഭ്യാസമാണ് സാഗർ കവച് 2024. 2024 ഏപ്രിൽ 1-2 തീയതികളിലായി ഇന്ത്യയിലെ തീരസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച അഭ്യാസമാണ് സാഗർ കവച് 2024.
ഭൗമസൂചിക പദവി ലഭിച്ച ത്രിപുരയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? മാതാബരി പേരാ പ്രസാദ്, റിഗ്നൈ പജാര. ഭൗമസൂചിക പദവി ലഭിച്ച ത്രിപുരയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് മാതാബരി പേരാ പ്രസാദ്, റിഗ്നൈ പജാര എന്നിവ. കരിയറിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ബിയോൺസ്. കരിയറിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബിയോൺസ് ആണ്. 2023 ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. 2023 ഗോത്രവർഗ പ്രതിഷേധത്തെ തുടർന്ന് കലാപമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. 2023 കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി ആരാണ്? UT ഖാദർ. 2023 കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി UT ഖാദറാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്താണ്. നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 2023 വേദി തിരുവനന്തപുരമാണ്. ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവി ഗംഗാ ഡോൾഫിനാണ്. അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് സ്റ്റാമ്പിലൂടെ ആദരിച്ച മലയാള നടൻ ആരാണ്? മമ്മൂട്ടി. അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് സ്റ്റാമ്പിലൂടെ ആദരിച്ച മലയാള നടൻ മമ്മൂട്ടിയാണ്. 2024 ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദമാണ് H5N1. 2024 ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദമാണ് H5N1. കേരളത്തിൽ ആദ്യമായി യൂറോപ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ ആദ്യമായി യൂറോപ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതം. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. 2023 ഓഗസ്റ്റിൽ 66 ഇനം ഉഭയജീവികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. 2023 ഓഗസ്റ്റിൽ 66 ഇനം ഉഭയജീവികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. ചോലക്കുറുമ്പി തവളകളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. ചോലക്കുറുമ്പി തവളകളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഗമാനെ. 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഗമാനെ. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഏതാണ്? മേഘൻ. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് മേഘൻ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഹമൂൺ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ. 2024 ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഇഷ. 2024 ജനുവരിയിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഇഷ ചുഴലിക്കാറ്റാണ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? തേജ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ CEO ആരാണ്? ശ്രീകുമാർ K. നായർ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ CEO ആയി നിയമിതനായത് ശ്രീകുമാർ K. നായരാണ്. 2023 ഒക്ടോബറിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15. ഇത് ചൈനയുടെ കപ്പലാണ്. 2023 ഒക്ടോബറിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ചൈനയുടെ ഷെൻഹുവ 15 എന്ന കപ്പലാണ്. സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവൻ. സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനാണ്. സ്പർശ് 2024 ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗം. സ്പർശ് 2024 ക്യാമ്പയിൻ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. സംസ്ഥാനത്ത് HIV ബാധ ഇല്ലാതാക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിനാണ്
1-0. സംസ്ഥാനത്ത് HIV ബാധ ഇല്ലാതാക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിനാണ് 1-0. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളിൽ മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിൻ്റെ ടാബ്ലോയാണ്? ഒഡീഷയുടെ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളിൽ മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷയുടെ ടാബ്ലോയാണ്. 2023 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് മെഡൽ പട്ടികയിൽ എത്രാം സ്ഥാനമായിരുന്നു? 4-ാം സ്ഥാനം. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനമായിരുന്നു. 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഷീൻ ഇ ഷേ എന്ന ഹിമപ്പുലി. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷേ എന്ന ഹിമപ്പുലിയാണ്. ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യം ഏതാണ്? മാഗി. ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് മാഗി. ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് എന്നാണ്? 2023 ജൂലൈ 27. ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 ജൂലൈ 27-നാണ്. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? സി രാധാകൃഷ്ണൻ. 2023 ONV സാഹിത്യ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണനാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് OBC പദവി നൽകിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് OBC പദവി നൽകിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2023 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണ്? 6. 2023 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം 6 ആണ്. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേലാണ്. എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 നടക്കുന്നത്? 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണനാണ്. 2028 ഒളിമ്പിക്സിൽ 128 വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്ന മത്സര ഇനം ഏതാണ്? ക്രിക്കറ്റ്. 2028 ഒളിമ്പിക്സിൽ 128 വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്ന മത്സര ഇനം ക്രിക്കറ്റാണ്. കൊയ്നു എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ജപ്പാൻ. കൊയ്നു എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ജപ്പാനാണ്. 2023 നവംബറിൽ കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മലയാള ചലച്ചിത്ര താരം ആരാണ്? ഇന്ദ്രൻസ്. 2023 നവംബറിൽ കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് മലയാള ചലച്ചിത്ര താരമായ ഇന്ദ്രൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഗോവ. ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ഗോവയാണ്. ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ പി ഹണ്ട്. ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? സുഹൃതം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം. 2023 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ചൈനയിലെ ഹാങ്ചൗ.
2023 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹാങ്ചൗ ആണ്. ഹാങ്ചൗ ചൈനയിലാണ്. 2022 നടക്കേണ്ട ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു COVID-19 കാരണം 2023 നടന്നത്. എന്നിരുന്നാലും ഈ ഏഷ്യൻ ഗെയിംസ് അറിയപ്പെടുന്നത് ഏഷ്യൻ ഗെയിംസ് 2022 എന്ന പേരിലാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 45. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 45 ആണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയവർ ആരെല്ലാമാണ്? ഹർമൻ പ്രീത് സിംഗും ലവ്ലീന ബോർഗോഹെയ്നും. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയവർ ഹർമൻ പ്രീത് സിംഗും ലവ്ലീന ബോർഗോഹെയ്നുമാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരാണ്? PR ശ്രീജേഷ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹോക്കി താരമായ PR ശ്രീജേഷ് ആണ്. 2023 19ാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ്? M ശ്രീശങ്കർ. 2023 19ാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം M ശ്രീശങ്കർ ആണ്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഐച്ചി നഗോയ. ജപ്പാനിലെ ഐച്ചി നഗോയയിലാണ് 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2023 നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 4ാമത്. ഇന്ത്യക്ക് ആകെ ലഭിച്ച മെഡലുകളുടെ എണ്ണം 107 ആണ്. 2023 നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതായിരുന്നു. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ജക്കാർത്ത. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത്. 2023 ഫെബ്രുവരിയിൽ നടന്ന പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് താരലേലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച താരം ആരാണ്? സ്മൃതി മന്ദാര. 2023 ഫെബ്രുവരിയിൽ നടന്ന പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് താരലേലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച താരം സ്മൃതി മന്ദാരയാണ്. മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2023-24 77ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസ് ആണ്. ഫൈനലിൽ ഗോവയെ പരാജയപ്പെടുത്തിയാണ് സർവീസസ് 2023-24 77ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. 2022-23 76ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ്. ഫൈനലിൽ മേഘാലയയാണ് കർണാടക പരാജയപ്പെടുത്തിയത്. 2022-23 76ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയായിരുന്നു. ഒളിമ്പിക്സ് കുസ്തിയിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? സാക്ഷി മാലിക്. ഒളിമ്പിക്സ് കുസ്തിയിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം സാക്ഷി മാലിക്കാണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടറായ മലയാളി ആരാണ്? R ഹട്ടൻ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടറായ മലയാളി R ഹട്ടനാണ്. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? VR ലളിതാംബിക. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബികയാണ്. ഗഗൻയാൻ ദൗത്യത്തിന് ISROയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? റഷ്യയും ഫ്രാൻസും. ഗഗൻയാൻ ദൗത്യത്തിന് ISROയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ്. 2024 ഫെബ്രുവരി 14 കാലാവധി കഴിഞ്ഞു എന്ന കാരണത്താൽ ബഹിരാകാശത്തു നിന്നും തിരിച്ചിറക്കിയ ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ്. 2024 ഫെബ്രുവരി 14 കാലാവധി കഴിഞ്ഞു എന്ന കാരണത്താൽ ബഹിരാകാശത്തു നിന്നും തിരിച്ചിറക്കിയ ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം കാർട്ടോസാറ്റാണ്. കേരളത്തിലെ ആദ്യ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ iAeroSky വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഏതാണ്? നമ്പിസാറ്റ് 1. കേരളത്തിലെ ആദ്യ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ iAeroSky വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റാണ് നമ്പിസാറ്റ് 1. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഏതാണ്? ഫറോക്ക് പാലം. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് പാലമാണ്
കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം? വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്താണ്. സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ വിനോദ വിജ്ഞാന കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ വിസ്മയ പാർക്കാണ്. സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ വിനോദ വിജ്ഞാന കേന്ദ്രം ഏതാണ്? കണ്ണൂർ ജില്ലയിലെ വിസ്മയ പാർക്ക്. കേരള പോലീസിൽ നിന്നും UN സമാധാന സേനാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? കെ. പ്രീത. കേരള പോലീസിൽ നിന്നും UN സമാധാന സേനാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത കെ. പ്രീതയാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരം ഏതാണ്? ഊട്ടി വർക്കി. 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരം ഊട്ടി വർക്കി എന്ന പലഹാരമാണ്. ആഗോള പ്രതിഭകൾക്കായുള്ള ടൈം മാഗസിൻ്റെ ടൈം 100 നെസ്റ്റ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ആകാശ് അംബാനി. ആഗോള പ്രതിഭകൾക്കായുള്ള ടൈം മാഗസിൻ്റെ ടൈം 100 നെസ്റ്റ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരൻ ആകാശ് അംബാനിയാണ്. മോഗ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ കരുണ. മോഗ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. 2023 മെയ് മാസം ഫിലിപ്പൈൻസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? മാവാർ. 2023 മെയ് മാസം ഫിലിപ്പൈൻസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് മാവാർ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഇറാൻ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇറാനാണ്. G20 2023 ഉച്ചകോടിയുടെ ഭാഗമായി ആദ്യ ഷെർപ്പ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? ഉദയ്പൂർ. G20 2023 ഉച്ചകോടിയുടെ ഭാഗമായി ആദ്യ ഷെർപ്പ മീറ്റിംഗ് നടന്നത് ഉദയ്പൂരിലാണ്. G20 2023 ഉച്ചകോടിയുടെ ഭാഗമായി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. G20 2023 ഉച്ചകോടിയുടെ ഭാഗമായി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി എത്തിയത് ആരാണ്? ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി എത്തിയത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് എന്നാണ്? 2020 ഡിസംബർ 10. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് 2020 ഡിസംബർ 10. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 മെയ് 28. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണം ഏത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടത്തിയത്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണം ഏത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടത്തിയത്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്താണ്? ത്രികോണാകൃതി. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണ ആകൃതിയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 19. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഏതാണ്?
വനിതാ സംവരണ ബില്ല്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് വനിതാ സംവരണ ബില്ലാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എത്ര രൂപ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്? 75 രൂപ നാണയം. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് 75 രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 65,000 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തീർണം 65,000 ചതുരശ്ര കിലോമീറ്ററാണ്. 2023 ഓഗസ്റ്റ് 15-ന് എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത്? 77-ാമത്തെ. 2023 ഓഗസ്റ്റ് 15-ന് 77-ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത്. ഇന്ത്യയുടെ 77-ാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? നേഷൻ ഫസ്റ്റ്, ഓൾവേസ് ഫസ്റ്റ്. ഇന്ത്യയുടെ 77-ാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം നേഷൻ ഫസ്റ്റ്, ഓൾവേസ് ഫസ്റ്റ് എന്നതായിരുന്നു. 2023 നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? ചാണ്ടി ഉമ്മൻ. 2023 നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മനാണ്. 2023 മിസോറാമിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ്. 2023 മിസോറാമിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ പാർട്ടി സോറം പീപ്പിൾസ് മൂവ്മെൻ്റ് ആണ്. പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? 2019 ഡിസംബർ 9-ന്. പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ഡിസംബർ 9-നാണ്. പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയെ പാസ്സാക്കിയത് 2019 ഡിസംബർ 10-നാണ്. പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 10-നാണ്. പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ്? 2019 ഡിസംബർ 11. പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 11-നാണ്. പൗരത്വ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2019 ഡിസംബർ 12. പൗരത്വ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12-നാണ്. പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് എന്ന് ആണ്? 2020 ജനുവരി 10. പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10-നാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2023 വനിതാ സംവരണ ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20-നാണ്. വനിതാ സംവരണ ബില്ല് 2023 ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20-നാണ്. 2023 വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21-നാണ്. 2023 വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21-നാണ്. 2023 വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. 2023 വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. 2023 വനിതാ സംവരണ ബില്ല് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ഭേദഗതിയാണ്? 106-ാം ഭരണഘടനാ ഭേദഗതി. 2023 വനിതാ സംവരണ ബില്ല് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി 106-ാം ഭരണഘടനാ ഭേദഗതിയാണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 2024 നവംബർ 1-ന്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് 2024 നവംബർ 1-നാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യറാണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഏതാണ്? ഡിജി കേരളം. ലോകത്തിന് മുന്നിൽ കേരളത്തിൻ്റെ പുരോഗതിയും സാംസ്കാരിക പൈതൃകവും അവതരിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 2023 നവംബർ 1-ന് ആരംഭിച്ച പരിപാടി ഏതാണ്? കേരളീയം 2023. ലോകത്തിന് മുന്നിൽ കേരളത്തിൻ്റെ പുരോഗതിയും
സാംസ്കാരിക പൈതൃകവും അവതരിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 2023 നവംബർ 1 ആരംഭിച്ച പരിപാടിയാണ് കേരളീയം 2023. 2023 ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. 2023 ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. 2023 ഡിസംബർ 31 വിവരാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ സംരംഭം ഏതാണ്? കുടുംബശ്രീ. 2023 ഡിസംബർ 31 വിവരാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ സംരംഭം കുടുംബശ്രീയാണ്. ഇന്ത്യയിൽ ആദ്യമായി കേസ് ഫയൽ ചെയ്യാൻ ആപ്പ് അവതരിപ്പിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി കേസ് ഫയൽ ചെയ്യാൻ ആപ്പ് അവതരിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 ഏപ്രിൽ 7 നമ്മൾ ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത്. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? മൈ ഹെൽത്ത് മൈ റൈറ്റ്. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതായിരുന്നു. 2023 ലോകാരോഗ്യ ദിന പ്രമേയം ഹെൽത്ത് ഫോർ ഓൾ എന്നായിരുന്നു. 2023 ലോകാരോഗ്യ ദിന പ്രമേയം ഹെൽത്ത് ഫോർ ഓൾ എന്നായിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനം ഏറ്റെടുക്കാനാവില്ലെന്ന് രാജ്ഭവനെ അറിയിച്ച മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് എസ് മണികുമാർ. ജസ്റ്റിസ് എസ് മണികുമാറിനെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ സ്ഥാനം ഏറ്റെടുക്കാനാവില്ലെന്ന് ഇദ്ദേഹം അറിയിക്കുകയുണ്ടായി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ ആരാണ്? കെ ബൈജുനാഥ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥാണ്. ദേവഹരിതം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവഹരിതം പദ്ധതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടതാണ്. ബോർഡിന് കീഴിലുള്ള തരിശ് ഭൂമിയിൽ റബ്ബറും തേക്കും നടുന്നതിനുള്ള പദ്ധതിയാണിത്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയറായ സ്പാർക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ്? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോസിറ്ററി ഫോർ കേരള എന്നാണ്. സ്പാർക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ്? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോസിറ്ററി ഫോർ കേരള എന്നാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന പേര് ദേവിക എന്നാണ്. ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് VH മുഫീദാണ്. തൃശ്ശൂർ സ്വദേശിയായ VH മുഫീദാണ് ദേവിക എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ വാഹനമാണ് സോയുസ് MS-24? റഷ്യയുടെ ബഹിരാകാശ വാഹനമാണ് സോയുസ് MS-24. 2024 വർഷത്തിലെ ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് 2024 ഏപ്രിൽ 8 2024 വർഷത്തിലെ ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് 2024 ഏപ്രിൽ 8 2024 ഫോർമുല 1 ജപ്പാൻ ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരത്തിൽ ജേതാവായത് മാക്സ് വെസ്റ്റപ്പൻ ആണ്. 2024 ഫോർമുല 1 ജപ്പാൻ ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരത്തിൽ ജേതാവായത് മാക്സ് വെസ്റ്റപ്പൻ ആണ്. 9 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ആടുജീവിതം. 9 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ആടുജീവിതമാണ്. ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുകയും കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറിയ അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനം ഏതാണ്? BBC. ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുകയും കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറുകയും ചെയ്ത അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനമാണ് BBC. സ്ലൊവാക്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? പീറ്റർ പെല്ലഗ്രീനി.
സ്ലൊവാക്യയുടെ പുതിയ പ്രസിഡന്റാണ് പീറ്റർ പെല്ലഗ്രീനി. 2024 ഏപ്രിലിൽ അണക്കെട്ട് തകർന്ന് പ്രളയം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച റഷ്യൻ നഗരം ഏതാണ്? ഓറൻബർഗ്. 2024 ഏപ്രിലിൽ അണക്കെട്ട് തകർന്ന് പ്രളയം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച റഷ്യൻ നഗരം ഓറൻബർഗ് ആണ്. 2024 ഏപ്രിൽ 8 സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? അമേരിക്ക, മെക്സിക്കോ, കാനഡ. 2024 ഏപ്രിൽ 8 സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്ന രാജ്യങ്ങൾ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളാണ്. കേരള, തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ഇടുക്കിയിലെ മംഗളാദേവി ക്ഷേത്രം. കേരള, തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഇടുക്കിയിലെ മംഗളാദേവി ക്ഷേത്രമാണ്. കായിക ലോകത്തെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് 2023 തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ ടെന്നീസ് താരം ആരാണ്? നൊവാക് ജോക്കോവിച്ച്. കായിക ലോകത്തെ ഓസ്കാർ എന്ന് അറിയപ്പെടുന്ന ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് 2023 തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ഫുട്ബോൾ താരം ആരാണ്? ഐറ്റാന ബോൺമറ്റി. 2023 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമറ്റിയാണ്. ഈ വർഷം നടക്കുന്ന ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഉസൈൻ ബോൾട്ട്. ഈ വർഷം അതായത് 2024 നടക്കുന്ന ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഉസൈൻ ബോൾട്ടാണ്. 18ാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26. 18ാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നത് 2024 ഏപ്രിൽ 26-നാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ്? വടകര 78.41%. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര മണ്ഡലമാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം പത്തനംതിട്ട മണ്ഡലമാണ്, 63.37%. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം പത്തനംതിട്ടയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എത്രയാണ്? 71.27%. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം 71.27%. IMFന്റെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? ക്രിസ്റ്റലീന ജോർജീവ. IMFന്റെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വനിത ക്രിസ്റ്റലീന ജോർജീവയാണ്. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണ്? സ്റ്റെല്ലേറിയ മക്ലിൻടോക്കിയെ. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണ്? സ്റ്റെല്ലേറിയ മക്ലിൻടോക്കിയാണ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? വൈശാലി. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത വൈശാലിയാണ്. 2024 T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. 2024 T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ ആണ്. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യ. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണ്? ലിസ്റ്റിയ വാഗമണിക. വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ലിസ്റ്റിയ വാഗമണിക. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കാപതനത്തെ തുടർന്ന് രൂപപ്പെട്ട ഗർത്തം കണ്ടെത്തിയ ഇന്ത്യയിലെ സ്ഥലം ഏതാണ്? ഗുജറാത്തിലെ ബെന്നി സമതലം. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കാപതനത്തെ തുടർന്ന് രൂപപ്പെട്ട ഗർത്തം കണ്ടെത്തിയ ഇന്ത്യയിലെ സ്ഥലം ഗുജറാത്തിലെ ബെന്നി സമതലമാണ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബൂർഗ് ആണ്. ഫ്രാൻസിലെ
സ്ട്രാസ്ബുർഗിനെയാണ് 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. ഭരണത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. ഭരണത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഓർഡർ ഓഫ് ദി ഡ്രൂക്ക് ഗ്യാൽപോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് ദി ഡ്രൂക്ക് ഗ്യാൽപോ. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ഭാഗമായ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേരെന്താണ്? ശിവശക്തി പോയിന്റ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ഭാഗമായ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച രക്ഷാദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം ഏതാണ്? യൂറോപ്പ ക്ലിപ്പർ മിഷൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ. 2023 നാഷണൽ യോഗ ഒളിമ്പ്യാഡ് നടന്നത് എവിടെയാണ്? ഭോപ്പാൽ. 2023 നാഷണൽ യോഗ ഒളിമ്പ്യാഡ് നടന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. ലോക സാമ്പത്തിക ഫോറം പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ലിംഗസമത്വം കൂടിയ രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. ലോക സാമ്പത്തിക ഫോറം പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ലിംഗസമത്വം കൂടിയ രാജ്യം ഐസ്ലാൻഡാണ്. 32 വർഷത്തെ സേവനത്തിന് ശേഷം ഡീകമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലായ INS കിർപ്പാനെ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ കൈമാറിയത്? വിയറ്റ്നാമിന്. 32 വർഷത്തെ സേവനത്തിന് ശേഷം ഡീകമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലായ INS കിർപ്പാനെ വിയറ്റ്നാമിനാണ് ഇന്ത്യ കൈമാറ്റം ചെയ്തത്. ഇന്ത്യയിലെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് എവിടെയാണ്? ദുബായിൽ. ഇന്ത്യയുടെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് ദുബായിലാണ്. 45ാമത് യൂറോപ്യൻ എസ്സേ പ്രൈസ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? അരുന്ധതി റോയ്. 45ാമത് യൂറോപ്യൻ എസ്സേ പ്രൈസ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ് ആണ്. രക്തദാനത്തിനായി വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. രക്തദാനത്തിനായി വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാലയാണ്. 4ാമത് നാഷണൽ വാട്ടർ അവാർഡ്സിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശാണ്. 4ാമത് നാഷണൽ വാട്ടർ അവാർഡ്സിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശാണ്. ജയിലുകളെ സുധാർ ഗൃഹ് എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ജയിലുകളെ സുധാർ ഗൃഹ് എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പ്രഥമ ജൻജതീയ ഖേൽ മഹോത്സവം നടന്നത് എവിടെയാണ്? ഭുവനേശ്വർ. പ്രഥമ ജൻജതീയ ഖേൽ മഹോത്സവം നടന്നത് ഭുവനേശ്വറിലാണ്. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഡി ഗുഗേഷ്. ഇന്ത്യൻ താരമായ ഡി ഗുഗേഷ് 17ാമത്തെ വയസ്സിലാണ് ഈ നേട്ടം കൈവരിക്കുന്നത്. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ഇന്ത്യക്കാരൻ ഡി ഗുഗേഷാണ്. അപ്പോൾ വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഡി ഗുഗേഷാണ്. ശ്രീരാമകൃഷ്ണ മിഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സ്വാമി ഗൗതമാനന്ദ. ശ്രീരാമകൃഷ്ണ മിഷന്റെയും മഠത്തിൻ്റെയും ഒക്കെ അധ്യക്ഷനായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വാമി ഗൗതമാനന്ദയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി.
ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയെയാണ്. 2023-24 സാമ്പത്തിക വർഷം യാത്രാ വരുമാന വർധനവിൽ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം. 2023-24 സാമ്പത്തിക വർഷം യാത്രാ വരുമാന വർധനവിൽ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരമാണ്. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യ പൊതുമേഖലാ കമ്പനി ഏതാണ്? ഹിൽ ഇന്ത്യ. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യ പൊതുമേഖലാ കമ്പനി ഹിൽ ഇന്ത്യയാണ്. അടുത്തിടെ പ്രകാശനം ചെയ്ത കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ചുള്ള ബ്ലസി രചിച്ച പുസ്തകം ഏതാണ്? കാഴ്ചയുടെ തന്മാത്രകൾ. അടുത്തിടെ പ്രകാശനം ചെയ്ത കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ച് സംവിധായകൻ ബ്ലസി രചിച്ച പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ. ഈയിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പ് കണ്ടെത്തിയത് എവിടെയാണ്? ഗുജറാത്തിലെ പട്ടാബേട്ട്. ഈയിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പ് കണ്ടെത്തിയത് ഗുജറാത്തിലെ പട്ടാബേട്ടിലാണ്. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ വനിത ആരാണ്? ബിൽക്കിസ് മിർ. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ വനിത ബിൽക്കിസ് മിറാണ്. 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലാണ് ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശിയായ ബിൽക്കിസ് മിർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈയിടെ അന്തരിച്ചതും ദൈവഗണം എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ചതുമായ ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? പീറ്റർ ഹിഗ്സ്. ഈയിടെ അന്തരിച്ചതും ദൈവഗണം എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ചതുമായ ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ് ആണ്. IPL ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരമായി മാറിയതാരാണ്? രവീന്ദ്ര ജഡേജ. IPL ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരമാരാണ്? രവീന്ദ്ര ജഡേജ. ഈയിടെ ഏത് രാജ്യത്താണ് കാത്തിലീൻ കൊടുങ്കാറ്റ് വീശിയത്? ബ്രിട്ടനിൽ. ഈയിടെ ഏത് രാജ്യത്താണ് കാത്തിലീൻ എന്ന കൊടുങ്കാറ്റ് വീശിയത്? ബ്രിട്ടനിൽ. US പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ലോകേഷ് മുനി. US പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ ലോകേഷ് മുനിയാണ്. പൊതുനന്മയ്ക്കും മനുഷ്യകുലത്തിനും നൽകിയ സംഭാവനയ്ക്കുള്ള ആദരവായിട്ടാണ് ജൈന ആത്മീയാചാര്യനായ ലോകേഷ് മുനിക്ക് ഈ ബഹുമതി ലഭിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഹെപ്പറ്റൈറ്റിസ് B-C വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ഒന്നാമത്തെ രാജ്യം ചൈനയാണ്. WHO കണക്ക് പ്രകാരം ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈനയും രണ്ടാമത്തെ രാജ്യം ഇന്ത്യയുമാണ്. 2024 ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയ എയർലൈൻസ് ഏതാണ്? ഇൻഡിഗോ. 2024 ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയ എയർലൈൻസ് ഇൻഡിഗോയാണ്. കളിമൺ കോർട്ടുകളിൽ ATP മാസ്റ്റേഴ്സ് 1000 മത്സരം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? സുമിത് നാഗൽ. കളിമൺ കോർട്ടുകളിൽ ATP മാസ്റ്റേഴ്സ് 1000 മത്സരം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരൻ സുമിത് നാഗലാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജഗ്ജിത്ത് പാവദിയ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജഗ്ജിത്ത് പാവദിയയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.